Hey guys, welcome back. So ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. സോ എൻ്റെ കോളേജിലെ കോൺവക്കേഷൻ ഡേക്ക് ഹൗ ഐ ഗെറ്റ് റെഡി എന്നുള്ളതാണ്. സോ ഇന്ന് നമുക്ക് ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ കാണാം. ഹോട്ടൽ റൂമിൽ പോയപ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റിംഗ് ആയിരുന്നു. അപ്പം തന്നെ തിരിഞ്ഞും മറിഞ്ഞും നിന്ന് കുറേ പോസ്റ്റിൽ വീഡിയോസ് എടുത്തു തുടങ്ങി. സോ അപ്പം തന്നെ പ്ലാൻ ചെയ്ത ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ വേണമെന്ന് ലെറ്റ് സ്റ്റാർട്ട്. സോ ഞാനൊരു ഹൈഡ്രേറ്റിംഗ് സ്പ്രേ ആണ് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത്. എൻ്റെ സ്കിന്നിന് ഹൈഡ്രേഷൻ ഭയങ്കര നിർബന്ധമായിട്ടുള്ളത് കൊണ്ട് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് എപ്പോഴും സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഹൈഡ്രേറ്റിംഗ് സ്പ്രേ ചെയ്തതിന് ശേഷം നൗ ലെറ്റ്സ് ഗോ വിത്ത് മോയ്സ്ചറൈസർ. എപ്പോൾ മോയ്സ്ചറൈസർ ചെയ്യുമ്പോഴും ഫേസും നെക്കും ചെയ്യാൻ മറക്കരുത്. നല്ല ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നല്ലൊരു നല്ല സർക്കുലർ മോഷനിൽ തന്നെ നമ്മൾ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് എന്നും അപ്ലൈ ചെയ്യുന്ന സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഞാൻ നല്ല ഔട്ട്ഡോർ ആയിട്ടുള്ള കോൺവക്കേഷൻ പ്രോഗ്രാം ഔട്ട്ഡോർ ആയതുകൊണ്ട് തന്നെ ഞാൻ നന്നായി സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സൺസ്ക്രീൻ എനിക്ക് ആക്ച്വലി സ്കിപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഡ്യൂ ടു സൺ ഡാമേജ് ഞാൻ എന്തായാലും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എപ്പോഴത്തെയും പോലെ പ്രൈമറാണ് യൂസ് ചെയ്യണത്. ഹൈലൈറ്റിംഗ് സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമറാണ് യൂസ് ചെയ്യണത്. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. സർക്കുലർ മോഷനിൽ ഫേസിലും നെക്കിലും നന്നായി അപ്ലൈ ചെയ്യും. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റണം. ഈ പ്രൊഡക്റ്റ് ആക്ച്വലി ഭയങ്കര വർത്ത്ഫുൾ ആണ് കേട്ടോ അതിൻ്റെ പ്രൈസിന്. അതുപോലെ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇന്നത്തെ മേക്കപ്പിൽ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്ത് ഒരു വിങ്ഡ് ഐ കൊടുത്ത് അതുപോലെ തന്നെ ലിപ്സ് ഇത്തിരി ബോൾഡാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ ഐബ്രോസ് ആക്ച്വലി ത്രെഡ് അല്ല ഇപ്പോൾ, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഹെയർ കോംബ് ചെയ്തുകൊണ്ടാണ് ചെയ്യണത്. എപ്പോഴും ഐബ്രോസ് ചെയ്യുമ്പോൾ സെൻറ്റർ പാർട്ടിൽ നിന്ന് ഒരു ലൈറ്റർ ബ്രൗൺ ഷെയ്ഡോ അല്ലെങ്കിൽ ഡാർക്കർ ബ്രൗൺ ഷെയ്ഡ് എടുത്തുകൊണ്ട് നമുക്ക് എൻഡ് വരെ കോംബ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്റ്റാർട്ടിങ് പാർട്ടിലേക്ക് അത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാണ്ട് നമുക്ക് എപ്പോഴും കിട്ടും കേട്ടോ. ഐബ്രോസ് ത്രെഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് സ്പ്രെഡഡ് ആയിട്ടുള്ള ഐബ്രോസ് ഉണ്ടായതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് കൺസീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീൽ ചെയ്യുന്നുണ്ട്. സോ LA ഗേളിൻ്റെ പ്രോ കൺസീലർ വെച്ചിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായി നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കണം, എന്നാൽ തന്നെയാണ് സ്കിന്നിലേക്ക് പോവുള്ളൂ. സ്ലോ ആയിട്ട് ഡാബ് ചെയ്തുകൊണ്ട് നമ്മൾ ഐബോൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഐ ഷാഡോസ് ആക്കണോണ്ട് ഞാൻ ഐബോളും കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പാക്കിൻ്റെ സെറ്റിംഗ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യണത്. എപ്പോൾ നമ്മൾ കൺസീൽ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സെറ്റിംഗ് പൗഡർ ഇട്ട് സെറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ ലൈൻസും ക്രാക്സും ഒന്നും വരാതെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ സ്കിന്നിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് കിട്ടും. അതുപോലെ തന്നെ റെഡിൻ്റെ ഫേസ് ഓയിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലറും യൂസ് ചെയ്ത് കൊടുക്കുക. നന്നായി ഡാപ്പ് ചെയ്യുക. സ്കിന്നിൽ എപ്പോൾ ചെയ്യുമ്പോഴും സ്ലോ ആയിട്ട് ഡാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഒരു റാൻഡം ആയിട്ടുള്ള ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു പിങ്ക് കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി അതൊരു ഷാമ്പൈൻ ഗ്ലിറ്ററി ഷെയ്ഡാണ്. സോ ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് സാരി ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഹൈലൈറ്റിംഗ് ഐ ആണ് കൊടുക്കാൻ പോണത്. ഒരു സ്മോൾ ആയിട്ടുള്ള എന്നിൽ ഒരു വിങ് ആയിട്ടുള്ള ഒരു ഐ ആണ് കൊടുക്കാൻ പോകുന്നത്. ഐലാഷസ് ഒന്ന് ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് മസ്കാരയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള മേക്ക് ഓവർ ആട്ടോ ഇന്ന് നമ്മൾ ചെയ്യണത്. ഹെവി ലുക്കൊന്നും ക്രിയേറ്റ് ചെയ്യാണ്ട് ഒരു സിമ്പിൾ ലുക്ക്. അതുപോലെ തന്നെ എസ്റ്റി ലൂത്തൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യണത്. വേണ്ട എമൗണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ലൈറ്റ് ഷെയ്ഡിൽ കാണാവുന്നത്. നമുക്ക് നോക്കാം ഔട്ടർ ലുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹോട്ടലിൽ നമുക്ക് ആക്ച്വലി സാരി അയൺ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാരിയൊക്കെ അയൺ ചെയ്ത് ഡ്രേപ്പ് ചെയ്ത് ഞാൻ തന്നെ ആക്ച്വലി സാരീസ് എടുത്തു. ആദ്യമായിട്ടാണ് സാരി ഉടുക്കണമെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ് കെയിം ഗുഡ്. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ലെയറൊക്കെ ചെയ്തുകൊണ്ട് കൊടുത്ത് ലാസ്റ്റ് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ബ്ലഷ് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത്. ആൻഡ് ദിസ് ഇസ് ദ ലുക്ക്.